ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുവാൻ കെപിസിസി വിവരാവകാശ നിയമം ഉപയോഗപ്പെടുത്തും. പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുവാൻ കെപിസിസി കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ സമാനമായ നിരവധി മർദ്ദനങ്ങൾ ഉണ്ടെന്നാണ് വിലയിരുത്തൽ. മർദ്ദനത്തിന് ഇരയായവരെ കൊണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുവാനാണ് നീക്കം. സ്റ്റേഷനുകളുടെ മുക്കും മൂലയും കാണുന്ന രീതിയിൽ സിസിടിവികൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർത്തും. മർദ്ദനത്തിന് ഇരയായവരെ നേരിൽ കണ്ട് വിവരാവകാശം നൽകി മർദ്ദനങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിക്കുകയാണ് ആദ്യപടി. പാർട്ടിക്കാർ അല്ലാത്തവർ സ്റ്റേഷൻ മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാനും കെപിസിസി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. പൊതുനിരത്തിലടക്കം ശക്തമായ പ്രതിഷേധ നടപടികളും കെപിസിസി സംഘടിപ്പിക്കും. അതേസമയം കുന്നംകുളത്തെ 3-ാം മുറയിൽ പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സസ്പെൻഷൻ നടപടിയിൽ തൃപ്തനല്ലെന്ന് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത് VS മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസിനെ നിയന്ത്രിക്കുന്നത് CPIM സെൽ ആണെന്ന് കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോപിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കോൺഗ്രസ് നേതാവ് K സുധാകരനും സുജിത് VSനെ സന്ദർശിച്ചു. ഗുരുവിനെ തങ്ങളുടെ ചേരിയിൽ പ്രതിഷ്ഠിക്കുവാൻ വർഗീയ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾ എതിർക്കണം മുഖ്യമന്ത്രി. ഗുരുവചനങ്ങൾ വക്രീകരിക്കുവാനും ഗുരുവിനെ സ്ഥാപിത താൽപര്യങ്ങൾക്കായി ഉപയോഗിക്കുവാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ചിലർ നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യൻ എന്താണെന്നും മതം എന്താണെന്നുമൊക്കെ മനുഷ്യർക്ക് കാട്ടിക്കൊടുത്ത മഹാത്മാവാണ് ഗുരു. വർഗീയ ശക്തികൾ ഗുരുവിനെ തങ്ങളുടെ ചേരിയിൽ പ്രതിഷ്ഠിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾ എതിർക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഗുരുദേവ ദർശനം പോലെ എല്ലാ മനുഷ്യരെയും ഒന്നായി കാണുകയാണ് സർക്കാർ ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 171ാമത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവത്തിന്റെ ഇൻഫ്ലുവൻസർ കാർലോ അക്കുത്തിസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റിനെയും സോഷ്യൽ മീഡിയയെയും വിശ്വാസ പ്രചാരണത്തിന് ഉപയോഗിച്ച കാർലോ അക്കുത്തിസിനെ മാർപ്പാപ്പ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. 15ാം വയസ്സിൽ രക്താർബുദം ബാധിച്ചു മരിച്ച കാർലോ ഈ പദവിയിലെത്തുന്ന ആദ്യ മില്ലനിയൽ തലമുറയാണ്. ജെൻ വൈ എന്നറിയപ്പെടുന്ന തലമുറയിലെ ആദ്യ വിശുദ്ധനാണ് കാർലോ അക്കുത്തിസ്. ഇറ്റലിക്കാരനായ ജോർജിയോ ഫ്രാസറ്റിയെയും വിശുദ്ധനായി പ്രഖ്യാപിച്ചു. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും വിശ്വാസ പ്രചാരണത്തിനുള്ള ശക്തമായ മാർഗങ്ങളാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയാണ് കാർലോ അക്കുത്തിസ്. 2006ൽ 15ാം വയസ്സിൽ രക്താർബുദം ബാധിച്ചാണ് കാർലോ മരിച്ചത്. ലണ്ടനിൽ ജനിച്ച ഇറ്റലിയിലെ മിലാനിൽ വളർന്ന കാർലോ 11ാം വയസ്സിലാണ് അസിസിലെ തന്റെ സ്വന്തം ഇടവകയ്ക്ക് വെബ്സൈറ്റ് ആരംഭിച്ച് വിശ്വാസ പ്രചരണത്തിന് തുടക്കമിട്ടത്. ആരവങ്ങൾക്ക് കാതോർത്ത് ശക്തന്റെ തട്ടകം. തൃശൂരിൽ ഇന്ന് പുലിക്കളി. സംസ്ഥാനത്തെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള തൃശൂരിലെ പുലിക്കളി ഇന്ന്. വർഷങ്ങൾക്ക് ശേഷം സ്വരാജ് റൌണ്ടിൽ 9 പുലിക്കളി സംഘങ്ങളാണ് ഇറങ്ങുന്നത്. ഇന്ന് നടക്കുന്ന പുലിക്കളിയിൽ വെളിയന്നൂർ ദേശം, കുട്ടൻകുളങ്ങര ദേശം, യുവജന സംഘം വിയ്യൂർ, ശങ്കരംകുളങ്ങര ദേശം, അയ്യന്തോൾ ദേശം, ചക്കാമുക്ക് ദേശം, സീതാറാം മിൽ ദേശം, നായ്ക്കനാൽ ദേശം, പാട്രായ്ക്കൽ ദേശം എന്നീ ടീമുകൾ പങ്കെടുക്കും. കഴിഞ്ഞ തവണ 7 സംഘങ്ങളാണ് പങ്കെടുത്തത്. പുലികളിക്ക് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഉറപ്പുവരുത്തി. പതിവിൽ നിന്നും വ്യത്യസ്തമായി പുലിവരയ്ക്കും ചമയ പ്രദർശനത്തിനും ഇത്തവണ സമ്മാനമുണ്ട്. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായമായി 3,12,500 രൂപ വീതം നൽകും. മുൻകൂറായി ഓരോ ടീമിനും 1,56,000 രൂപ കൈമാറി. കേന്ദ്ര സഹായമായി 3 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ട് 4:30 സ്വരാജ് റൌണ്ടിലെ തെക്കേ ഗോപുരനടയിൽ വെളിയന്നൂർ ദേശം സംഘത്തിന് മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ മന്ത്രിമാരും MLAമാരും സംയുക്തമായി ഫ്ളാഗ് ഓഫ് ചെയ്ത് പുലിക്കളിക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പുലികളിയുമായി ബന്ധപ്പെട്ട തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും സഹകരണ സംഘങ്ങൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചിട്ടുണ്ട്. പുലികളിയുമായി ബന്ധപ്പെട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വളരാം അറിവിലൂടെ, അക്ഷരങ്ങളിലൂടെ.
അറിവില്ലായ്മയുടെ ഇരുട്ടിൽ നിന്നും അറിവിന്റെ വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് സാക്ഷരത. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി ഓരോ വർഷവും സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി ആചരിക്കുന്നു. 1967 യുനെസ്കോയാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വികസനത്തിന് സാക്ഷരത അത്യന്താപേക്ഷിതമാണെന്ന് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഡിജിറ്റൽ യുഗത്തിൽ സാക്ഷരത പ്രോത്സാഹിപ്പിക്കൽ എന്നതാണ് ഈ വർഷത്തെ സാക്ഷരതാ ദിനത്തിന്റെ പ്രമേയം. ഇന്റർനെറ്റ്, കമ്പ്യൂട്ടറുകൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ സാക്ഷരതയുടെ പ്രാധാന്യം വളരെ വലുതാണ്. വിവരങ്ങൾ മനസ്സിലാക്കുവാനും വിശകലനം ചെയ്യുവാനും ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിക്കുവാനും ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കണം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ആരാകും ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി? തിരഞ്ഞെടുപ്പ് നാളെ. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നാളെ നടക്കും. ഇന്നുച്ചയ്ക്ക് 2:30 പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ഇന്ത്യ സഖ്യാംഗങ്ങൾക്കായി തിരഞ്ഞെടുപ്പിനായുള്ള മോക്ക് പോൾ നടത്തും. ഇന്ന് വൈകിട്ട് 7:30 പ്രതിപക്ഷാംഗങ്ങൾക്കായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖർഗെ അത്താഴ വിരുന്ന് നൽകും. എൻഡിഎ സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള മത്സരം. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ ഉൾപ്പെട്ട ഇലക്ടോറൽ കോളേജിൽ എൻഡിഎക്കാണ് മുൻതൂക്കം. എന്നാൽ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനെ ഒരു പ്രത്യയശാസ്ത്ര പോരാട്ടമായിട്ടാണ് പ്രതിപക്ഷം വിശേഷിപ്പിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്ക് പോളിംഗ് ആരംഭിച്ച് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കും. വൈകിട്ട് തന്നെ ഫലം പ്രഖ്യാപിക്കും. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസറും രാജ്യസഭാ സെക്രട്ടറി ജനറലുമായ PC മോഡിയാണ് പാർലമെന്റ് ഹൌസിലെ പോളിംഗ് ക്രമീകരണങ്ങൾ നടത്തുക. ആകെ 783 എംപിമാരിൽ എൻഡിഎക്ക് 422 പേരും പ്രതിപക്ഷത്ത് 320 പേരുമാണ് നിലവിലുള്ളത്. ബിജു ജനതാദൾ, BRS എന്നീ കക്ഷികൾ നിലപാട് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അമേരിക്കയുടെ തീരുവ ഭീഷണി, നിർണായക ബ്രിക്സ് ഓൺലൈൻ യോഗം ഇന്ന്. അമേരിക്കൻ തീരുവ ഭീഷണി ചർച്ച ചെയ്യുവാനുള്ള നിർണായക ബ്രിക്സ് ഓൺലൈൻ യോഗം ഇന്ന് ചേരും. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ വിളിച്ചു ചേർക്കുന്ന ബ്രിക്സ് നേതാക്കളുടെ യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ പങ്കെടുക്കും. ട്രംപിന്റെ താരിഫ് നയങ്ങൾക്കെതിരെ സംയുക്ത പ്രസ്താവന ഇറക്കുവാനാണ് യോഗം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയ്ക്ക് സമാനമായി ബ്രസീലിലും 50% അധിക തീരുവ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. തീവ്ര വലതുപക്ഷ നേതാവ് ജെയർ ബോൾസോനാരോയ്ക്കെതിരെയുള്ള നിയമ നടപടികൾ നിർത്തിവെക്കുവാൻ ആവശ്യപ്പെട്ടാണ് ട്രംപ് ബ്രസീലിന് മേൽ തീരുവ പ്രഖ്യാപിച്ചത്. യോഗം അമേരിക്കൻ വിരുദ്ധമല്ലെന്നാണ് ബ്രസീലിന്റെ നിലപാട്. അതേസമയം അടുത്ത വർഷം ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയിൽ നടക്കാനിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയാണ്. അതേസമയം ഇന്ത്യ യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ഈ ആഴ്ച നടക്കും. യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾ ഈ ആഴ്ച ഇന്ത്യയിലെത്തും. യൂറോപ്യൻ വ്യാപാര കമ്മീഷണർ മാരോസ് സെഫ്കോവിച്ചും കൃഷി കമ്മീഷണർ ക്രിസ്റ്റോഫ് ഹാൻസനും ആണ് ഇന്ത്യയിൽ എത്തിച്ചേരുക. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.